ഇത്തവണ വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അമ്പരപ്പിച്ചുകൊണ്ട് ധർമ്മടം മണ്ഡലത്തിൽ ആദ്യ 6 റൗണ്ടുകളിൽ ലീഡ് നേടിയ VP അബ്ദുൾ റഷീദ് തന്നെയാണ്. CPM-ന് ഏറെ കരുത്തുറ്റ അടിത്തറയുള്ള ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായെന്ന വാർത്ത മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസായി എത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ കടമ്പൂർ മാത്രമാണ് UDF-നൊപ്പമെങ്കിലും LDF ആധിപത്യം പുലർത്തുന്ന പഞ്ചായത്തുകളിലും ആദ്യ റൗണ്ടുകളിൽ UDF മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. ധർമ്മടം മണ്ഡലത്തിൽ ആദ്യ 6 റൗണ്ടുകളിൽ ലീഡ് നേടിയ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ഇടത് പ്രവർത്തകരെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ അവസാനം പിണറായി വിജയൻ തന്നെ ധർമ്മടത്ത് നിന്നും ജയിച്ചു കയറുകയായിരുന്നു. UDF-ന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ അബ്ദുൾ റഷീദിനെ കുറിച്ച് പിന്നീട് ഇല്ലാത്ത കഥകളാണ് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പ്രചരിപ്പിച്ചത്. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം KC വേണുഗോപാലിന്റെ വിളി എത്തിയിരുന്നു. പിന്നാലെ രമേശ് ചെന്നിത്തല വിളിച്ചു. ഗംഭീരമാക്കി മോനെ, അഭിമാനകരം എന്ന് VD സതീശനും വിളിച്ചു പറഞ്ഞു. കൂടാതെ സാദിഖ് അലി തങ്ങളും KM ഷാജിയുമൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത്. ധർമ്മടം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ അമ്പരപ്പിച്ച ഫോൺ കോളുകളെ കുറിച്ച് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത്. മീഡിയ 1 പൊളിറ്റിക്കൽ ടീം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ആദ്യ റൗണ്ടുകളിൽ പിണറായി വിജയനേക്കാൾ ലീഡ് വന്നപ്പോൾ ആദ്യം വിളിച്ചത് KM ഷാജിയാണ്. എടാ, ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്, നീ ഇതെന്നാണ് ഭാവിച്ചിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയനെ നമുക്ക് സഭയിൽ കിട്ടണം എന്ന് അദ്ദേഹം മറുപടി നൽകിയെന്നാണ് റാഷിദ് പറയുന്നത്. അതൊരു വല്ലാത്ത ആവശ്യം തന്നെയാണ്. പിണറായി വിജയനെ നമുക്ക് സഭയിൽ കിട്ടണം എന്ന് പറയുന്നത്. 10 കൊല്ലം അദ്ദേഹം ഈ സഭയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ KM ഷാജി നിയമസഭയിൽ വെച്ച് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. അതേപോലെ കോൺഗ്രസ് അനുകൂലികളുടെ മറ്റൊരു ആവേശ കഥയാണ് KK രമയെ സ്പീക്കർ ആക്കണം എന്നത്. അതായത് KK രമ സ്പീക്കർ ആയിട്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ അവരെ സാറേ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് കണ്ടും കേട്ടും കോൺഗ്രസിനും ലീഗുകാർക്കും കോൾമേർ കോളാണ്. ഇത് ഏറ്റവും കൂടുതൽ തവണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് വിവരമില്ലാത്ത ലീഗുകാരാണ്. അത് ചില മാധ്യമപ്രവർത്തകരും ഏറ്റുപിടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മൗദൂദി ചാനലൊക്കെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 2ാം ഘട്ടത്തിൽ, അതായത് 2021 മുതൽ 2026 വരെയുള്ള ടേമിൽ KK രമയ്ക്ക് ആ സ്ഥാനം നൽകിയിട്ടുണ്ട്. പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ 2022 സ്പീക്കർ ഷംസീറിന്റെ അഭാവത്തിൽ താൽക്കാലിക ചുമതല KK രമയ്ക്ക് കൊടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാര്യം ചില മാധ്യമങ്ങൾ മറന്നുപോകുകയാണ്. CPI-യിലെ CK ആശ, CPM-ലെ U പ്രതിഭ എന്നിവർക്കൊപ്പമാണ് RMP-യിലെ KK രമയെയും സ്പീക്കർ പാനലിൽ എടുത്തത്. KK രമ സഭ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനത്ത് ഇരിക്കുന്നവരെ സാർ എന്ന് വിളിക്കുന്ന കീഴ്വഴക്കം എല്ലാ കാലത്തും ഉള്ളതാണ്. ആ വ്യക്തിയെയല്ല, സഭ നിയന്ത്രിക്കുന്ന ആളെയാണ് സാർ വിളിയിലൂടെ ബഹുമാനിക്കുന്നത്. ഇപ്പോൾ അതൊന്നുമല്ല ഇവർ കാര്യമാക്കിയെടുക്കുന്നത്. KK രമയെ എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സാറേ എന്ന് വിളിക്കണം. അത് മാത്രം ഇവർക്ക് കണ്ടാൽ മതി. ആദ്യം സമയത്തിന് സ്പീക്കറെയും മന്ത്രിമാരെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞാൽ പിണറായി വിജയൻ തീർച്ചയായും എല്ലാവരെയും സാർ എന്ന് തന്നെ വിളിച്ചോളും.